ആകാശവാണി. നമസ്കാരം. വാർത്താവീക്ഷണം. ഡിജിറ്റൽ മാറ്റത്തിന് ദിശാബോധം നൽകുന്ന AI ഇംപാക്ട് ഉച്ചകോടി. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KC അനിൽകുമാർ. അവതരണം പാർവതി വിജയൻ. ഡൽഹിയിൽ നടക്കുന്ന 5 ദിവസത്തെ നിർമ്മിത ബുദ്ധി ഇംപാക്ട് ഉച്ചകോടി ഇന്ത്യയുടെ സാങ്കേതിക വളർച്ചയുടെ നൂതന അധ്യായമായി മാറി. ആഗോള സാങ്കേതിക വിദ്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഉച്ചകോടി ലോകത്തെ സാങ്കേതിക വിദഗ്ധർക്കൊപ്പം സാധാരണ ജനങ്ങളും അതീവ കൌതുകത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ വികസന യാത്രയിൽ നിർമ്മിത ബുദ്ധി ഒരു പ്രധാന ഘടകമാണ്. 2047ഓടെ വികസിത ഭാരതം എന്ന ദർശനത്തിന് അനുസൃതമായി ഭരണം ശക്തിപ്പെടുത്തുകയും പൊതുസേവന സംവിധാനം പരിവർത്തനത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ AI ഉച്ചകോടി രാജ്യത്തിന് നിർണായകമാണ്. വളർച്ചയും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർമ്മിത ബുദ്ധിയുടെ പങ്ക് സമഗ്രമായി ചർച്ച ചെയ്യപ്പെടും. സർക്കാർ പ്രതിനിധികൾ, ആഗോള ടെക് കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന 5 ദിവസത്തെ മഹാസമ്മേളനം നിർമ്മിത ബുദ്ധിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആഗോള സംവാദങ്ങൾക്ക് പുതിയ വാതായനം തുറക്കുന്നു. ഉത്തരവാദിത്തമുള്ള AI വികസനം, ഡാറ്റ സുരക്ഷ, മൌലികമായ മാനദണ്ഡങ്ങൾ, പൊതുസേവനങ്ങളിൽ AIയുടെ പ്രയോഗം തുടങ്ങിയ വിഷയങ്ങൾക്കാണ് പ്രാമുഖ്യം. AI എങ്ങനെ സുരക്ഷിതമാക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾക്ക് ഉച്ചകോടി രൂപം നൽകും. ഇന്ത്യയെ ആഗോള AI കേന്ദ്രമായി ഉയർത്താനുള്ള ലക്ഷ്യത്തിൽ ആഗോള സഹകരണം, നവീകരണം, നയപരമായ വ്യക്തത എന്നിവയെ ഏകോപിപ്പിക്കുന്നതിലാണ് ഉച്ചകോടി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗ്ലോബൽ സൌത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ പ്രധാന ആഗോള AI ഒത്തുചേരൽ എന്ന നിലയിൽ ഈ ഉച്ചകോടിക്ക് രാജ്യാന്തര തലത്തിൽ വലിയ പ്രാധാന്യമാണ് ലഭിക്കുന്നത്. 500-ലേറെ സമ്മേളനങ്ങളിലായി 3250ഓളം പ്രഭാഷകർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഫെബ്രുവരി 19 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. 70,000 ചതുരശ്ര മീറ്ററിൽ ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിട്ടുള്ള വിപുലമായ പ്രദർശനത്തിൽ ഓസ്ട്രേലിയ, ജപ്പാൻ, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, സ്വിറ്റ്സർലൻഡ്, സെർബിയ, എസ്റ്റോണിയ, തജിക്കിസ്ഥാൻ, ആഫ്രിക്ക എന്നീ 13 രാജ്യങ്ങളുടെ പവലിയനുകൾ ഉൾപ്പെടെ 300-ലേറെ സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ആഗോള നന്മയ്ക്കായി നിർമ്മിത ബുദ്ധിയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ പ്രതിഭകളുടെ അസാധാരണ സാധ്യതകൾ പ്രദർശിപ്പിക്കുന്നതാണ് എക്സ്പോ. മനുഷ്യ പുരോഗതിക്കായി ഉത്തരവാദിത്തത്തോടെയും സമഗ്രമായും AI ഉപയോഗിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഇത് വീണ്ടും ഉറപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മികച്ച സാധ്യതയുള്ള 600-ലധികം സ്റ്റാർട്ടപ്പുകളും എക്സ്പോയിൽ പങ്കെടുക്കുന്നു. ഇവയിൽ പലതും ആഗോളതലത്തിൽ ഉപയോഗിക്കാവുന്ന മാതൃകകൾ വികസിപ്പിക്കുന്നു. നിലവിലെ യഥാർത്ഥ ലോക പരിതസ്ഥിതികളിൽ ഇതിനകം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നൂതനാശയങ്ങളാണ് ഈ സ്റ്റാർട്ടപ്പുകൾ അവതരിപ്പിക്കുന്നത്. ഗെയിമിംഗ് ഇന്ററാക്ടീവ് ടെക്നോളജി വിഭാഗത്തിന് കീഴിൽ 5 മുൻനിര ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ അത്യാധുനിക AI പവർ സൊല്യൂഷനുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ സൃഷ്ടിപരമായ കഴിവും AIയുടെ പ്രതികരണശേഷിയും തമ്മിലുള്ള മാറുന്ന ബന്ധം പരിശോധിക്കുന്ന പ്രദർശനം വിജ്ഞാനപ്രദമാണ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പവലിയനിൽ മാധ്യമ വിനോദ മേഖലകളിൽ നിർമ്മിത ബുദ്ധി ചെലുത്തുന്ന സ്വാധീനം വിലയിരുത്തുന്ന പാനൽ ചർച്ചകൾ, വിദഗ്ധ ക്ലാസുകൾ, സാങ്കേതിക പ്രദർശനങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. AI അടിസ്ഥാനമാക്കിയുള്ള നിർമ്മാണ പ്രക്രിയ, ബഹുഭാഷാ ശബ്ദ സാങ്കേതിക വിദ്യകൾ, നൂതന ഗെയിമിംഗ് രീതികൾ, ഉത്തരവാദിത്ത AI ചട്ടക്കൂടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി തദ്ദേശീയവും സാമൂഹിക പ്രസക്തിയുള്ളതുമായ AI പരിഹാരങ്ങളുടെ സൃഷ്ടാവ് എന്ന നിലയിൽ ഉയർത്തിക്കാട്ടുകയാണ് പവലിയന്റെ ലക്ഷ്യം. ആരോഗ്യ പരിചരണം, മാധ്യമരംഗം, വിവര ഉള്ളടക്കം, സാമൂഹിക പ്രതികരണങ്ങൾ എന്നീ മേഖലകളിലുടനീളം പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സംരംഭങ്ങൾക്കും സംരംഭകർക്കും പവലിയൻ മുൻഗണന നൽകുന്നു. ലോകമെമ്പാടുമായി 18 ദശലക്ഷത്തിലധികം ഉപയോക്താക്കളുള്ള മത്സരാധിഷ്ഠിത മൾട്ടിപ്ലെയർ ക്രിക്കറ്റ് ഗെയിമായ ഹിറ്റ് വിക്കറ്റിനെ മെറ്റ സ്പോർട്സ് പ്രദർശിപ്പിക്കും. ഉച്ചകോടിയുടെ ഭാഗമായി ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച ഡിജിറ്റൽ യജ്ഞം ധാർമ്മികവും സമഗ്രവും ഉത്തരവാദിത്തപൂർണവുമായ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കരുത്തു പകർന്നു. ഗവേഷണ ലാബുകൾക്കും അപ്പുറത്തേക്ക് നിർമ്മിത ബുദ്ധി ഇപ്പോൾ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. നവീകരണം, മത്സരം, ബിസിനസ് വളർച്ച എന്നിവയെ പരിവർത്തനം ചെയ്യുന്ന വർത്തമാനകാല യാഥാർത്ഥ്യത്തിന്റെ ഭാഗമായാണ് ലോകം AIയെ കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോള ഉച്ചകോടിക്ക് ഒരു പങ്കാളിയാകുക എന്നതിലുപരി AI യുഗത്തിന്റെ നിയമങ്ങളും മാനദണ്ഡങ്ങളും അവസരങ്ങളും രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന ശില്പിയാകുക എന്ന പ്രധാന ലക്ഷ്യവുമുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ വികസനത്തിന്റെ അടുത്ത ഘട്ടം രൂപപ്പെടുത്താൻ സജ്ജമാക്കുക എന്നതാണ് കാതലായ ധർമ്മം. ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 5 ദിവസത്തെ ഉച്ചകോടിയിലേക്ക് ലോക നേതാക്കൾ, വ്യവസായ പ്രമുഖർ, നവീനാശയദാതാക്കൾ, നയരൂപീകരണ വിദഗ്ധർ, ഗവേഷകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹാർദമായി സ്വാഗതം ചെയ്തു.
എല്ലാവരുടെയും ക്ഷേമം, എല്ലാവരുടെയും സന്തോഷം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഉച്ചകോടി മനുഷ്യ കേന്ദ്രീകൃതമായ പുരോഗതിക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനുമായി നിർമ്മിത ബുദ്ധിയെ പ്രയോജനപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു. സാങ്കേതിക പുരോഗതി കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവാക്കളുടെ പങ്കാളിത്തവും പ്രകടമാണ്. ഭരണനിർവഹണം, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിൽ നിർമ്മിത ബുദ്ധി വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. നവീനാശയങ്ങൾ, സഹകരണം, എഐയുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ആഗോള സംവാദങ്ങളെ ഉച്ചകോടിയിലെ ചർച്ചകൾ സമ്പന്നമാക്കും. പുരോഗമനപരവും അവസരങ്ങൾ നിറഞ്ഞതുമായ ഒരു ഭാവി രൂപപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 140 കോടി ജനങ്ങളുടെ കരുത്ത്, ശക്തമായ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, സജീവമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ, അത്യാധുനിക ഗവേഷണങ്ങൾ എന്നിവയുടെ പിൻബലത്തിൽ ആഗോള എഐ പരിവർത്തനത്തിൽ ഇന്ത്യയുടെ നേതൃപരമായ പങ്ക് പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. എഐ മേഖലയിലെ ഇന്ത്യയുടെ മുന്നേറ്റങ്ങൾ രാജ്യത്തിന്റെ വലിയ ലക്ഷ്യങ്ങളെയും ഉത്തരവാദിത്തത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇത് സാങ്കേതിക പുരോഗതിയുടെ മുൻനിരയിൽ ഇന്ത്യയെ പ്രതിഷ്ഠിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. 20 രാഷ്ട്രതലവന്മാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഉച്ചകോടിക്കായി ഡൽഹിയിലെത്തുന്നത്. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, സ്പാനിഷ് പ്രസിഡന്റ് പെദ്രോ സാഞ്ചസ്, സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്, ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആൻഡ്രേ പ്ലെൻകോവിച്ച്, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികെ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ, നെതർലൻഡ്സ് പ്രധാനമന്ത്രി ഡിക് ഷൂഫ്, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തുടങ്ങി നിരവധി പ്രമുഖ ലോക നേതാക്കൾ ഈ പട്ടികയിലുണ്ട്. ഇതിനു പുറമെ 60-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല പ്രതിനിധികളും UN സെക്രട്ടറി ജനറലും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കുചേരും. ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഉച്ചകോടിക്ക് മുന്നോടിയായി AI ഫോർ ഓൾ, AI ബൈ ഹർ, യുവ AI എന്നീ 3 മുൻനിര ആഗോള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ഫൈനലിസ്റ്റുകളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സൂക്ഷ്മ മൂല്യനിർണ്ണയത്തിലൂടെ വിവിധ മത്സരങ്ങളിൽ നിന്ന് മികച്ച 70 ടീമുകളെ ഫൈനലിസ്റ്റുകളായി തിരഞ്ഞെടുത്തു. മത്സരത്തിന്റെ ഭാഗമായി വികസിപ്പിച്ച AI മാതൃകകൾ ഈ സംഘങ്ങൾ അവതരിപ്പിക്കും. ആഗോള മുൻഗണനകൾക്കനുസൃതമായ നൂതനവും സ്വാധീനമേറിയതുമായ AI മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. 60-ലേറെ രാജ്യങ്ങളിൽ നിന്ന് 4650-ലധികം അപേക്ഷകൾ ലഭിച്ചിരുന്നു. AI ഫോർ ഓൾ പദ്ധതിയുടെ ലക്ഷ്യം ആരോഗ്യം, കൃഷി, കാലാവസ്ഥാ പ്രതിരോധം, ഭരണനിർവഹണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ രാജ്യവ്യാപകമായി ഉപയോഗിക്കാവുന്ന AI പരിഹാരങ്ങൾ വികസിപ്പിക്കുക എന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച 20 ഫൈനലിസ്റ്റുകൾ പ്രായോഗികമായ AI അടിസ്ഥാനത്തിലുള്ള പല പരിഹാര നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചു. ഇവയിൽ AI ഉപയോഗിച്ചുള്ള രോഗനിർണയം, മണ്ണിന്റെ ഗുണനിലവാര വിശകലനം, കാലാവസ്ഥാ അപകട മുന്നറിയിപ്പ് എന്നിവ ഉൾപ്പെടുന്നു. അതിനൊപ്പം ഡിജിറ്റൽ ആരോഗ്യ പരിശോധനകൾ, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ, വ്യാവസായിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയും അവതരിപ്പിച്ചു. എല്ലാവർക്കും പ്രാപ്യമായ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യകളും AI അടിസ്ഥാനത്തിലുള്ള ഭരണ സംവിധാനങ്ങളും ഇവയുടെ ഭാഗമാണ്. 50-ലേറെ രാജ്യങ്ങളിൽ നിന്നായി 800-ലധികം അപേക്ഷകൾ ലഭിച്ച AI ബൈ ഹർ ചലഞ്ച് നിർമ്മിത ബുദ്ധി രംഗത്തെ വനിതകളുടെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. 38 രാജ്യങ്ങളിൽ നിന്ന് 2500-ലേറെ അപേക്ഷകൾ ലഭിച്ച യുവതയുടെ ആഗോള മത്സരമായ യുവ AI 13 മുതൽ 21 വരെ പ്രായക്കാരായ യുവ AI പ്രതിഭകളുടെ നൂതനാശയങ്ങളും പ്രശ്നപരിഹാര ശേഷിയും പ്രദർശിപ്പിക്കുന്നു. പൊതുജനാരോഗ്യം, കൃഷി, കാലാവസ്ഥാ പ്രതിരോധം, സ്മാർട്ട് മൊബിലിറ്റി, ഡിജിറ്റൽ വിശ്വാസ്യത എന്നിവയിലെ AI പ്രയോഗമാണ് ഈ വിഭാഗത്തിലെ മികച്ച 20 ഫൈനലിസ്റ്റുകൾ അവതരിപ്പിക്കുന്നത്. ലോകത്തെ 100 രാജ്യങ്ങളുടെ പങ്കാളിത്തവും 100-ലധികം ഗ്ലോബൽ CEOമാരുടെ സാന്നിധ്യവും കൊണ്ട് ചരിത്രപരമായ ഒരു മുന്നേറ്റമായിരിക്കും ആഗോള AI ഉച്ചകോടി. മനുഷ്യനും സാങ്കേതികവിദ്യയും തമ്മിലുള്ള പുതിയ സഹകരണത്തിനുള്ള വേദിയായി ഉച്ചകോടി മാറുകയാണ്. ഇന്ത്യയെ ഒരു AI ഉപഭോക്താവിൽ നിന്ന് AI സൃഷ്ടാവിലേക്ക് ഉയർത്തുന്നതിനുള്ള പദ്ധതികളും ചർച്ച ചെയ്യും. നിർമ്മിത ബുദ്ധി സങ്കേതങ്ങളെ സ്വീകരിക്കുന്നതിൽ ഇന്ത്യ ആഗോള ശക്തിയായി ഉയർന്നിട്ടുണ്ട്. വൈദ്യുതിയുടെ ആവിർഭാവത്തിനു ശേഷമുണ്ടായ ഏറ്റവും വലിയ വിപ്ലവകരമായ സാങ്കേതിക വിദ്യകളിലൊന്നായി വ്യാപകമായി കണക്കാക്കപ്പെടുന്ന നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ആഗോളതലത്തിൽ എങ്ങനെ എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നത് ഉച്ചകോടി സമഗ്രമായി വിലയിരുത്തും. സാങ്കേതിക വിദ്യയെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുന്നതിന് ഒരു ശക്തമായ വേദിയായി AI ഇംപാക്ട് ഉച്ചകോടി മാറി. യുവ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തകരെയും ഗവേഷകരെയും പ്രചോദിപ്പിക്കുന്നതിലും ഉച്ചകോടി നിർണായക പങ്കുവഹിക്കും. എല്ലാവർക്കും പ്രാപ്യമായ ഉത്തരവാദിത്വത്തോടെയുള്ള AI വികസനമാണ് സമഗ്ര വളർച്ചയുടെ അടിസ്ഥാനം എന്ന സന്ദേശവും ഇതിലൂടെ ഊർജ്ജസ്വലമായി പ്രസരിക്കുകയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.